പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെ എന്തിന് ഈ വയ്യാവേലി ഇന്ത്യ എടുത്ത് തലയിൽ വെക്കുന്നു എന്നൊരു ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. അത് നമുക്ക് തലവേദന സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നവരും അനവധിയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായാൽ ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ഒപ്പം തന്നെ ഇന്ത്യയോടൊപ്പം ചൈനയ്ക്കും വലിയ നേട്ടം തന്നെയാണ് അത് സമ്മാനിക്കുന്നത്. കാരണം ഈ പാക് അധിനിവേശ കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതിൻ്റെ അതിർത്തി ചൈനയും പാകിസ്ഥാനുമാണ് പ്രധാനപ്പെട്ട അതിർത്തികൾ പങ്കിടുന്നെങ്കിലും അതിൻ്റെ ഒരു അതിർത്തിയിൽ താജിക്കിസ്ഥാനും ഒപ്പം തന്നെ അഫ്ഗാൻ്റെയും ചെറിയ ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടനാഴി ഉണ്ടായിരുന്നു. ബദഖ്ഷാൻ പ്രവിശ്യയിലെ വഖാൻ ഇടനാഴി എന്നാണ് ഇതിന് പറയുന്നത്. ഈ വഖാൻ ഇടനാഴി വഴി മുൻപ് ട്രേഡിംഗ് നടന്നിരുന്നു, ഇന്ത്യയിൽ ഉൾപ്പെടെ ട്രേഡിംഗ് നടന്നിരുന്നെങ്കിൽ പിന്നീട് പാക് അധിനിവേശ കാശ്മീരിന് ശേഷം അതുണ്ടായിട്ടില്ല. ആ ഇടനാഴി തുറക്കാൻ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്കൊരു ട്രേഡിംഗ് പാത തുറന്നു കിട്ടും. ഒപ്പം തന്നെ നമുക്ക് താജിക്കിസ്ഥാനിലേക്ക് ആ ഒരു പാതയും തെളിച്ചെടുക്കാൻ കഴിയും. ഇത് കടന്നു പോകുന്നത് ഖൈബർ പഖ്തൂൺ മേഖലയിലാണ്, പാകിസ്ഥാൻ്റെ ഖൈബർ പഖ്തൂൺ മേഖല. ഈ മേഖല വഴി ഒരു റോഡുണ്ടാക്കാനാണ് ചൈന ഇക്കാലം അത്രയും ശ്രമിച്ചതും എങ്ങുമെങ്ങും എത്താതെ പോയതും. കാരണം സാമ്പത്തികമായി പാകിസ്ഥാൻ നട്ടം തിരിഞ്ഞു നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ വലിയ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ആക്രമണങ്ങളാണ് ചൈനീസ് എഞ്ചിനീയർമാർക്കും. ഒപ്പം തന്നെ പാക് സൈനികർ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന മേഖലയും ഈ പഖ്തൂൺ മേഖല തന്നെയാണ്. ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുകൊണ്ട് പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു ട്രേഡിങ്സ്, അതായത് കരമാർഗമുള്ള ഒരു ട്രേഡിങ്സ്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇപ്പോൾ ത്വരിതപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമീപകാലത്തെ നീക്കങ്ങളിലെല്ലാം തന്നെ അമേരിക്ക കൃത്യമായി തന്നെ തലയിടുന്നുണ്ടോ എന്നൊരു സംശയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ്റെ ചബാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യയിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്നതും അവിടെ അമേരിക്ക ഇടപെടുന്നതും. കാരണം ചബാർ തുറമുഖം ഇന്ത്യയുടെ പക്കൽ എത്തി ഇന്ത്യ അതുവഴി ട്രേഡിങ്സ് മുമ്പോട്ട് കൊണ്ടുപോയാൽ, ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഇപ്പോഴുണ്ടാക്കിയ കലാപത്തിന് പിന്നിലും അമേരിക്കയുടെ താല്പര്യങ്ങളാണോ എന്ന് ഇന്ത്യ സംശയിക്കുന്നു. കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രധാന തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയും ഇന്ത്യക്കായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ അടുത്ത് ഒരു അരക്ഷിതാവസ്ഥയുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ശ്രദ്ധകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കരുതിക്കൂട്ടി നിന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അമേരിക്കയുടെ പങ്ക് ഇപ്പോഴാരും തള്ളിക്കളയുന്നില്ല. ആദ്യം ഒരു സംശയമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സംശയം നാൾക്ക് നാൾ ബലപ്പെട്ടു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നീക്കം മുൻപോട്ട് പോകുന്നത്. ഈ പാക് അധിനിവേശ കാശ്മീർ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ നമ്മോടൊപ്പം ചേരുമെന്ന് ഇന്ത്യ പറയുന്നതിന് കാരണങ്ങൾ ഒന്ന് ഇത് തന്നെയാണ്. മറ്റൊന്ന്, പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര വേദിയിലും സംസാരിക്കുന്നില്ല. അത് തന്നെയല്ല, പാക് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമേ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയ്ക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും താജിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ നേട്ടമുള്ള ഒരു വലിയ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ ത്വരിതപ്പെട്ടുള്ള അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള നീക്കം. ചൈനയുമായിട്ട് എസ് ജയശങ്കർ അടക്കമുള്ളവർ നിരന്തരമായിട്ടുള്ള സംസാരം, അവരുടെ രീതികളിൽ ഉള്ള മാറ്റങ്ങൾ, ഒപ്പം തന്നെ റഷ്യയുമായി നിരന്തരമായ ബന്ധപ്പെടൽ, സമീപ ഭാവിയിൽ അധികം വൈകാതെ തന്നെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറും. കാരണം ഇതിനോടൊപ്പം നിൽക്കുന്നവർക്കും നേട്ടമുണ്ടാകുന്ന ഒരു ഡീല് തന്നെയാണ് പാക് അധിനിവേശ കാശ്മീർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.